സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയെന്ന് എനിക്ക് പോലും അറിയില്ല കേട്ടോ. കാരണം അത്രയ്ക്ക് തിരക്ക് പിടിച്ച സമയമായിരുന്നു. പൊന്നൂന് 8:30 വണ്ടി വരും എന്ന് പറഞ്ഞതുകൊണ്ട് അവന് വേഗം റെഡിയാക്കി മുറ്റത്ത് നിർത്താമെന്ന് വിചാരിച്ചു. കല്ലൂനും പൊന്നൂനും ഇന്ന് അംഗനവാടിയിലും സ്കൂളിലും പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ അവനെ വേഗം റെഡിയാക്കായിരുന്നു. കുട്ടിക്കാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അതായത് വണ്ടിയിൽ ഞാൻ എങ്ങനെ കയറും അമ്മ മുണ്ടെടുത്തിട്ട് എന്നൊക്കെയുള്ള റിഹേഴ്സലായിരുന്നു മുറ്റത്ത് നിന്നിട്ട് കേട്ടോ. അങ്ങനെ അവന് വേഗം വണ്ടി കയറ്റി വിട്ടിട്ട് പിന്നെ പൂക്കളം ഒരുക്കാൻ വേണ്ടി ഞാൻ വേഗം നിന്ന് പൂക്കളം ഇട്ടിട്ട് വേണമല്ലോ എനിക്ക് അംഗനവാടിക്ക് പോകാനായിട്ട്. അവിയലുണ്ടാക്കി കൊണ്ടുപോകാൻ ഏറ്റിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേഗം പൂക്കളൊക്കെ ഒരുക്കിയിട്ട് എനിക്കാണെങ്കിൽ പൂക്കളൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് ഒന്ന് ഇങ്ങനെ നിന്ന് ലെവലാക്കിയിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അങ്ങനെ അതൊക്കെ വേഗം റെഡി ആക്കിയിട്ട് കിച്ചണിലോട്ട് വന്നിട്ട് നമ്മുടെ കറി വറവിടാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വറവിട്ടപ്പോഴത്തേക്ക് കല്ലുണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവളെ വേഗം ഒരുക്കി റെഡി ആക്കിയിട്ട് അവളെ പറഞ്ഞു വിട്ടിട്ട് പിന്നെ അവിയലുണ്ടാക്കാനായിട്ട് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അവളെ വേഗം ഒരുക്കി പറഞ്ഞു വിട്ടു. അതിനുശേഷം ഞാൻ വേഗം തേങ്ങ ചുരണ്ടാൻ വേണ്ടി പോയിട്ടോ. അമ്മ അവിയലിക്കുള്ള കഷ്ണങ്ങളൊക്കെ അവിടെ നുറുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം ഉണ്ടാക്കാനായിട്ട് പറ്റി. അങ്ങനെ അവിയലിക്ക് 3 തേങ്ങയോളം ഞാൻ ചുരണ്ടിയിട്ടുണ്ട് കേട്ടോ. തികയോ എന്നുള്ള ടെൻഷനായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞാൻ റെഡി ആയിട്ടുണ്ട്. അമ്മ പാത്രത്തിലൊക്കെ ആക്കിക്കോളാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വേഗം അംഗനവാടിയിലെത്തി. ഞാൻ എത്തിയിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടിയാണ് പൂവിട്ടത്. നേരെ ഒരുപാടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തട്ടിക്കൂട്ടിയൊരു പൂവിടലായിരുന്നു കേട്ടോ. അങ്ങനെ പൂവൊക്കെ ഇട്ടിട്ട് വേഗം പിന്നെ സദ്യ പിള്ളേർക്ക് താഴെ കൊടുത്തു. മേലെ പിന്നെ ഇതേപോലെ ഒരു സൗകര്യം ഉണ്ടായിരുന്നു അംഗനവാടിയിൽ കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ഇരുന്നിട്ട് നന്നായിട്ട് സദ്യ കഴിക്കാനായിട്ട് പറ്റി. അടിപൊളി സദ്യയായിരുന്നു. എല്ലാവരും പല വിധങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ഗെയിമുകൾ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.